ഹലോ ഫ്രണ്ട്സ്, ഹെയർ ഫുഡ് മെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ ഈ ചാനലിലെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണ് UKBRPക്ക് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റിനും ഇന്ത്യൻ പാസ്പോർട്ടിനും എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് ഞാൻ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും പറയുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്നും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള ഫുള്ളൊരു അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയത് അതുകൊണ്ടാണ്, ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അത് സ്കിൽഡ് വർക്ക് വിസ എന്ന് ടൈപ്പ് ചെയ്യാം. അതിൻ്റെ അണ്ടറിൽ യുവർ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക. നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അപ്ലൈ ഫ്രം ഇൻസൈഡ് ദി UK എന്ന് വരും. അതിൻ്റെ അണ്ടറിൽ അപ്ലൈ ഓൺലൈൻ ആസ് യുവർ ചൈൽഡ് ഇൻസൈഡ് ദി UK നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ വേറെ ആർ യു പ്ലാനിങ് ടു ലീവ്, അത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, അത് സെലക്ട് ചെയ്യുക. ഡു യു ഹാവ് എ കറൻറ്റ് സ്വിസ് പാസ്പോർട്ട്, നോ അടിക്കുക. ഡു യു ഹാവ് എ വാലിഡ് UK ബയോമെട്രിക് പെർമിറ്റ്, നോ അടിക്കുക. അവിടെ ഡിപ്പെൻഡൻറ്റ് ചൈൽഡിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കിവിടെ വായിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആദ്യം ഫോം കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഹെൽത്ത് സർചാർജ് പേ ചെയ്യണം, അത് കഴിഞ്ഞ് വിസ ഫീ അടിക്കണം, അത് കഴിഞ്ഞ് BRP കാർഡിനുള്ള ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് 25 മിനിറ്റ്സ് കൂടുതൽ നമ്മൾ ഈ പേജിൽ നിന്ന് ഇന്നാക്റ്റീവ് ആയി ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആയി പോകുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ ആറി കറൻലി ഇൻ UK, യെസ് ക്ലിക്ക് ചെയ്യാം. അത് ഉദ്ദേശിച്ചത് ഇവിടെ കാണിക്കുന്നത് BRP കാർഡ് നമുക്കിനി മാറിയിട്ട് ഓൺലൈൻ ഇമിഗ്രേഷൻ വിസ ആകാൻ പോകണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. Are you currently in the UK? Yes. ഏതെങ്കിലും ഹോം ഓഫീസുമായിട്ട് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ പെൻഡിങ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ അടിക്കുക. നമ്മളിവിടെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പർ കേസ് ആയിരിക്കണം, ലോവർ കേസ് ഉണ്ടായിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം, സിമ്പിൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ കൊടുത്ത ഇമെയിൽ ID-യിലേക്ക് ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ പോകും. നമ്മളത് പോയിട്ട് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഈ ഇമെയിൽ ID ആരുടെയും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സമ്മൺ എൽസ് എന്നാണ് ഞാൻ കൊടുത്തത്. ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ ആണ്. പേഴ്സൺ യു ആർ അപ്ലൈയിങ് ടു റിമെയിൻ ഇൻ ദി UK വിത്ത്, അത് ഞാൻ ചെയ്തത് എൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തത്. ആരാണോ മെയിൻ വിസ ഹോൾഡർ അവരുടെ ഇതിൽ വേണം കൊടുക്കുക, ഡീറ്റെയിൽസ് വേണം കൊടുക്കാൻ. ആ ഡീറ്റെയിൽസ് കൊടുത്ത ആളുടെ നാഷണാലിറ്റി, പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഡീറ്റെയിൽസ് കൊടുത്തയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പേരൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. പിന്നെ പേരൻറ്റിൻ്റെ എന്ത് ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചോദിക്കുന്നത്. അപ്പം യെസ് ഐ ഹാവ് ദ പാസ്പോർട്ട് നമ്പർ എന്നുള്ള ഇതാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. പിന്നെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിലേത് വേണമെങ്കിലും കൊടുക്കാം. നാഷണൽ ഇൻഷുറൻസ് നമ്പറോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക. എന്ത് വേണേൽ ചെയ്യാം. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കറണ്ട് UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിസ പേരൻറ്റിൻ്റെ വിസ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ സ്കിൽഡ് വർക്ക് ടൈപ്പ് 2 വിസയാണ് ചൂസ് ചെയ്തത്. പിന്നെ യെസ് ഐ ഹാവ് ദ ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റ് കാർഡ് നമ്പർ എന്ന് പറഞ്ഞ് BRP നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. സേവ് എടുക്കുക. ഞാൻ ആപ്ലിക്കേഷൻ സ്റ്റാൻഡ് മിസ് ആൽബി സെബാസ്റ്റ്യൻ ഓൾറെഡി ഹാവ് സ്കിൽഡ് വർക്കർ വിസ ഉണ്ടോ, ഇമിഗ്രേഷൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. യെസ് അടിച്ചു. പിന്നെ പേരൻറ്റിന് PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നോ ക്ലിക്ക് ചെയ്തു. പിന്നെ പേരൻറ്റിന് COSലെ സ്പോൺസർ ലൈസൻസ് നമ്പർ നമ്മൾ എടുത്ത് വയ്ക്കണം. അപ്പോൾ ആ COS നമ്പറാണ് അതിൻ്റെ ലൈസൻസ് നമ്പറുണ്ട്, അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ COSൽ നോക്കി അതിൻ്റെ ടോപ്പിലായിട്ടുണ്ട് ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞ്, അതാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ.
ഹെൽത്ത് കെയർ വിസയ്ക്ക് പേരൻറ്റ് എലിജിബിൾ ആണോ എന്ന് ചോദിക്കുന്നത്, യെസ് അടിക്കുക, കൺഫേം ചെയ്യുക, സേവ് ചെയ്യുക. വീണ്ടും ഇമിഗ്രേഷൻ സാലറി ചോദിക്കുന്നുണ്ട്. ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്, അതായത് നമ്മുടെ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിലുള്ളതാണോ പേരൻ്റാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ലിസ്റ്റ് ഏതൊക്കെയാണ് ഉള്ളതെന്ന്. ഞാൻ യെസ് ആണ് ക്ലിക്ക് ചെയ്തത്. കാരണം നഴ്സ് ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിലാണ് സ്റ്റില്ലുള്ളത്. പിന്നെ എത്ര നാളത്തേക്ക് സ്പോൺസർഷിപ്പാണ് ഉള്ളതെന്ന് 3 years ഓർ ലെസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത് അങ്ങനെ ചൂസ് ചെയ്യാം. ഇത് സ്പോൺസർ മെയിൻ്റനൻസിന് എഗ്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ് ക്ലിക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ COS നോക്കിയാൽ അത് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഫുള്ള് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യുക. നെക്സ്റ്റ്. ഇനി നമ്മൾ കൊടുക്കുന്നത് ആപ്ലിക്കൻ്റ്, അതായത് ബേബിയുടെ ഡീറ്റെയിൽസാണ് ഇനി കൊടുക്കുന്നത്. വേറെ ഏതെങ്കിലും നെയിം ബേബിക്കുണ്ടോ എന്ന് വെച്ചാൽ നോയ. അപ്പോൾ ബേബിക്ക് ഇമെയിൽ ഐ ഡി ആണെന്ന് വെച്ചാൽ നോയാണ് ഞാൻ കൊടുത്തത്. ഐ ഡു നോട്ട് ഹാവ് എന്ന്. പിന്നെ വെരിഫിക്കേഷന് വേണ്ടി എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് ഞാൻ കൊടുത്തിരുന്നത്. ഈ ടെലിഫോൺ നമ്പർ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറാണ് അവിടെ കൊടുക്കുന്നത്. ഏത് പേരൻ്റ് ഏതാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ഇത് കൊടുക്കാം. ഫോർ യൂസ് വൈൽ ഇൻ ദി UK എന്നുള്ളത് സെലക്ട് ചെയ്യുക, മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി നമ്മുടെ ബേബിയുടെ ഇവിടുത്തെ നമ്മുടെ കറണ്ട് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലിവിങ് അറ്റ് ദിസ് അഡ്രസ്സ് എന്നുള്ളിടത്ത് നമ്മൾ എത്ര നാളായി എന്നുള്ളത് എടുക്കണം. അപ്പം നമ്മൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ അവരുടെ ബേബിയുടെ സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കൊടുക്കുക. സിംഗിൾ ടൈപ്പ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ബേബിയുടെ കൺട്രി ഓഫ് നാഷണാലിറ്റി ഇന്ത്യ. പിന്നെ ബേബിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ബേബിയുടെ കൺട്രി ഓഫ് ബർത്ത്. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്. അത് നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വേണം ഇതിൽ ടൈപ്പ് ചെയ്യാൻ. ഇനി ബേബിയുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ഇരിക്കുന്നത്. പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് BRPക്ക് കൊടുക്കാം. അതുകൊണ്ട് നോയാണ് ഞാൻ ക്ലിക്ക് ചെയ്ത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് അടിക്കാം. പിന്നെ ബേബിയുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കൊടുത്തത്. യു ഹാവ് നെവർ ഹാഡ് എ പാസ്പോർട്ട് എന്നുള്ളതാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദി UK. നമ്മൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോ യെസ് അടിക്കുക, അല്ലെങ്കിൽ നോയ് ക്ലിക്ക് ചെയ്യാം. ഞാൻ നോയാണ് ക്ലിക്ക് ചെയ്തത്. സ്കൂൾ ഡു യു അറ്റൻഡ് സ്കൂളോ കോളേജ്? നോ. ഇനി ബേബിയുടെ സെക്കൻഡ് പേരൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. ഇവിടെ ഫാദർ, ടൈറ്റിൽ, പിന്നെ ഫാദറിൻ്റെ ഗിവൺ നെയിം, ഫാമിലി നെയിം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തത് നമ്മൾ ആരാണ് മെയിനായിട്ടുള്ള വിസ ഹോൾഡർ അവർക്കാണ് ആദ്യം, പിന്നെ സെക്കൻഡ് ആയിട്ടുള്ള സെക്കൻഡ് ഇത്. പിന്നെ ഫാദറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് നാഷണാലിറ്റി. പിന്നെ ഫാദറിന് വേറെ നാഷണാലിറ്റി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് ഓർ നോ ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അതായത് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കൺസെൻറ്റ് ആരാ തന്നത്. ഇപ്പോൾ ഞാനായതുകൊണ്ട് ഞാൻ എൻ്റെ ഇതാണ് കൊടുത്ത്. നിങ്ങൾ ആരാന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും ലീഗൽ ഗാർഡിയൻ കൺസെൻറ്റിൻ്റെ ആവശ്യമാണെന്ന് വെച്ചാൽ ഇപ്പോൾ നോയാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ പേരൻ്റ് റെസ്പോൺസിബിലിറ്റിക്ക് ഞങ്ങളുടെ രണ്ട്, അതായത് ഫാദറിൻ്റെ മദറിൻ്റെ ഞാൻ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ BRP ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നോ, ഐ ഡിഡ് നോട്ട് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. UK ട്രാവൽ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. ഹാവ് യു ബീൻ ടു UK ഇൻ ദ പാസ്റ്റ് 10 years? നോ. പിന്നെ വേൾഡ് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം 10 years. അപ്പം നോ ആണ്. ബേബി ആയതുകൊണ്ട് നോ ആണ്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതങ്ങനെ അക്കോർഡിംഗ്ലി നിങ്ങൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും UK നിന്ന് വിസ റിഫ്യൂസ് ചെയ്യുകയോ ഡിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തോന്ന്. അപ്പോൾ നോ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിങ്ങൾ വിസ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്, അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നോ ആണ് ഞാൻ ചൂസ് ചെയ്തത്.
ഇമിഗ്രേഷൻ ലോ എപ്പോഴെങ്കിലും നിങ്ങൾ ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. UK ഇല്ലീഗലി സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത് നോ ആണ് ക്ലിക്ക് ചെയ്ത്. എപ്പോഴെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് UK നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോ ആണ് ക്ലിക്ക് ചെയ്ത്. പബ്ലിക് ഫണ്ട്സ് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നോ ആണ് ക്ലിക്ക് ചെയ്തത്. ഇപ്പോൾ BRP റെസ്പോൺസിബിൾ അഡൾട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ ചൂസ് ചെയ്യുമ്പോഴുള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതാണ് ക്ലിക്ക് ചെയ്തിരുന്നത്. മിസ് ആൽബി സെബാസ്റ്റ്യൻ പേരൻ്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. യെസ്. നമ്മൾ വീണ്ടും ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക അത് എല്ലാം റൈറ്റ് ആൻസേഴ്സ് ആണെന്നുള്ളത്. കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഈ കൂടെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 ബേബീസ് ട്വിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് പോകാം നമുക്ക്. പക്ഷേ നമുക്ക് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ സേവ് ചെയ്ത് വിടുവാണ്. മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് നമ്മൾ 2 ബോക്സിലും ക്ലിക്ക് ചെയ്യണം. ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് ബേബിയുടെ, അതായത് UK ബർത്ത് സർട്ടിഫിക്കറ്റ്. പിന്നെ പേരൻസിൻ്റെ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ്റെ കൺസെൻറ്റ് ലെറ്റർ വേണം. 3 കൺസെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്, അത് ഞാനിതിൽ കാണിക്കാം. അപ്പോൾ ആ 3 നിങ്ങളിതിൻ്റെ കൂടെ വെക്കണം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുള്ളതിന് നിങ്ങൾ എഗ്രി ചെയ്യുന്നതാണ്. അപ്പോൾ 2 ബോക്സസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒറിജിനൽസ് ആയിരിക്കണം കാണിക്കേണ്ട അവിടെ. പിന്നെ ഫിസിക്കലി നമ്മൾ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യേണ്ട കാര്യം അവർ വെരിഫൈ ചെയ്യുക മാത്രമേ ഉള്ളൂ. ഡിക്ലറേഷൻ ഇത് കൊടുക്കുകയാണ്. സേവ് ചെയ്തു. നമ്മൾ റോങ് ആയ ഇൻഫർമേഷൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് പെർമിഷൻ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡിപ്പോർട്ട് ചെയ്യും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഇത് നമുക്ക് വാർണിങ്സ് തരുവാണ്. നമ്മൾ അവിടെ കൺഫേം ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി അടുത്ത വീണ്ടും ഡിക്ലറേഷനാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്ത ഐ ആം ദ പേരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഓഫ് ദ ആപ്ലിക്കൻ ഹു ഈസ് ഏജ്ഡ് ആൻഡ് എന്നുള്ള തേർഡ് വണ്ണാണ് ഞാൻ ചൂസ് ചെയ്തത്. കംപ്ലീറ്റിംഗ് ആൻഡ് സബ്മിറ്റിംഗ് ദ ഫോം ഓൺ ദ ബിഹാഫ്. ഇനി തേർഡ് പാർട്ടി ഡിക്ലറേഷനാണ്. അപ്പം ഞാൻ ഫാമിലി മെമ്പർ എന്നുള്ളതാണ് ചൂസ് ചെയ്തത്. അവിടെ ഹൗ ആർ യു റിലേറ്റഡ് ടു മിസ് ആൽബി സെബാസ്റ്റ്യൻ. അപ്പം ഞാനവിടെ ഡോട്ടർ എന്നാണ് എഴുതിയത്. മദർ എന്നല്ല, ഡോട്ടർ എന്നാണ് എഴുതേണ്ടത്. അതായത് ബേബിയുടെ റിലേഷൻഷിപ്പാണ് നിങ്ങളുമായിട്ടുള്ള എഴുതേണ്ടത്. പിന്നെ ഇവിടെ എൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ കൊടുക്കുന്നത്. തേർഡ് പാർട്ടി ഡിക്ലറേഷൻ ആരുടെയാണ് കൊടുത്തത് അവരുടെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അമ്മയാണ് അമ്മ, അച്ഛനാണ് അച്ഛൻ. നമ്മൾ ആരുടെയാണ് കൊടുക്കുന്നത് ആ ഡീറ്റെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് കേട്ടോ. ഇനി സർവീസ് ചൂസ് ചെയ്യണം നമുക്ക്. സ്റ്റാൻഡേർഡ് സർവീസ് ആണെങ്കിൽ £284 ആണ്. പ്രയോറിറ്റി ആണെങ്കിൽ £784 ആണ്. സൂപ്പർ പ്രയോറിറ്റി ആണെങ്കിൽ 1284 ആണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. നമുക്കിപ്പോൾ എമർജൻസി ആണെങ്കിൽ സൂപ്പർ പ്രയോറിറ്റി ഒക്കെ ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പോകുന്നത് പേയ്മെൻറ്റ് വിൻഡോയിലേക്കാണ് നമ്മളിനി പോകാൻ പോണേ. കണ്ടിന്യൂ ടു വേൾഡ് പേ. അവിടെ നമ്മൾ ഏതാണോ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതെല്ലാം ചൂസ് ചെയ്യുക. അവിടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നമ്മളാണെങ്കിൽ ഫർദർ ആക്ഷൻസ് ആണ് പിന്നെ വരുന്നത്. പിന്നെ ഇവിടെ ഇതാണ് കൺസെൻറ്റ് ഫോംസ്. ഇത് നമ്മൾ ഈ 3 കൺസെൻറ്റ് ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോകണം. ഞാൻ ആപ്ലിക്കൻറ്റിൻ്റെ കൺസെൻറ്റ് അവിടെ ഞാൻ ബേബിയുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എടുത്തിരുന്നു. പിന്നെ ഡേറ്റും പോസ്റ്റ് കോഡും ഇട്ടിരുന്നു. സെക്കൻഡ് ഇതിൽ നമ്മൾ കൺസെൻറ്റ് ഹോം ഓഫീസ് വരെ തേർഡ് പാർട്ടി ഇൻഫർമേഷനാണ്. അതിൽ ഞാൻ മെയിൻ വിസ ഇതായതുകൊണ്ട് ഞാൻ എൻ്റെ സിഗ്നേച്ചറും പോസ്റ്റ് കോഡും ഡേറ്റുമാണ് കൊടുത്തിരുന്നത്. ഇനി മൂന്നാമത്തെ അതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും 2 പേരും സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബേബിയുടെ നമ്മൾ തമ്പ് ഇംപ്രഷന് ഫസ്റ്റ് ഇതിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതും തേർഡ് പാർട്ടി സ്പോൺസർ തന്നെയാണ്. ഇതിലും രണ്ടാമത്തെ ആൾ തന്നെ മതിയായിരിക്കും. ഇനി ഞാൻ 2 പേരെയും ഹസ്ബൻഡും വൈഫിൻ്റെ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അപ്പോയിൻമെൻ്റ് ആണ് എടുക്കാൻ പോണത്.
നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഈ ആപ്ലിക്കേഷൻ നമ്മൾ കൂടെ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഒരു റെഫറൻസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ കൊണ്ടുപോകണം എന്നില്ലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ പക്ഷേ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോകണം UK ബർത്ത് സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ കൺസേൺ ലെറ്റേഴ്സുമാണ്. പിന്നെ നമ്മളെല്ലാ ഒറിജിനൽസും കൈ കൊണ്ടുപോകണം. അവരവിടെ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. You do not need to take this to your appointment. This document will only be available to download certain period വരെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ റെഫറൻസിന് വേണ്ടി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് വയ്ക്കാം. യൂണിക് ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോവാണ്. ഇവിടെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ലോഗിൻ ചെയ്ത് ഞാൻ ഓൾറെഡി നേരത്തെ അക്കൗണ്ട് എടുത്തതുകൊണ്ടാണ് ഇത് ഓൾറെഡി എല്ലാം കഴിഞ്ഞു പോയതാണ്. ഞാൻ നേരത്തെ ഇതെല്ലാം വിസ പ്രോസസ്സ് കഴിഞ്ഞാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സപ്പോർട്ടിങ് ഇൻഫർമേഷൻ നമുക്ക് എന്തൊക്കെയുണ്ട് അത് മാക്സിമം നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, ഞങ്ങളുടെ അഡ്രസ് പ്രൂഫിനുള്ള കാര്യങ്ങൾ, പിന്നെ ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും പാസ്പോർട്ട്, 2 പേരുടെയും BRP, ഇതിൻ്റെ എല്ലാം കോപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നമുക്ക് ഇതിനകത്ത് സൈസ് പറയുന്നുണ്ട്. എത്ര സൈസിലെ PDF ഫോമിൽ നമുക്കെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് സ്കാനിങ് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ബൈ ചെയ്യാം. അപ്പോൾ അവർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത്, പക്ഷേ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഇതിനകത്ത് പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെൻറ്റ്സ് ചൂസ് ചെയ്യുക, ഫയൽസിലേക്ക് ആഡ് ചെയ്യേണ്ട. ഓരോ ഫയലിനും നമ്മൾ പേരിടണം, ഏത് ഫയലാണെന്നുള്ളത്. എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. 20 ഫയൽസ് വരെ നമുക്ക് അപ്ലോഡ്. അപ്പോൾ മാക്സിമം നമ്മുടെ വിസേനെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും നമ്മുടെ എന്തൊക്കെ അതിനെ പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ കൂടെ ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ വെച്ചിരുന്നു. ഒന്നും വെക്കണമെന്നില്ല. UK ബർത്ത് സർട്ടിഫിക്കറ്റാണ് മാൻഡേറ്ററി. പിന്നെ പേരൻറ് കൺസേൺ ലെറ്റർ, കൺസേൺ ഫോർ ഹോം ഓഫീസ്, ബേബിയുടെ പാസ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് കൊടുത്തു, പ്രൂഫ് ഓഫ് അഡ്രസ്സ് കൊടുത്തു, പാസ്പോർട്ട് ഓഫ് പേരൻസ്, മാരേജ് സർട്ടിഫിക്കറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.